ഹലോ ഫ്രണ്ട്സ്, ഞാനും ചേച്ചിയുടെ ഇന്ന് അമ്പലത്തിലേക്ക് പോവുകയാണ്. ഇന്ന് ഭഗവാന്റെ തിരുവാഭരണം കൊണ്ടുവരികയാണ്. അത് കാണാൻ വേണ്ടിയാണ് ഞങ്ങൾ പോകുന്നത്. ഇവിടെ അടുത്ത് തന്നെ അയ്യപ്പൻ്റെ ഒരു അമ്പലമുണ്ട്. അവിടേക്കാണ് ഞങ്ങൾ പോകുന്നത്. ഞങ്ങൾ ഇറങ്ങാൻ കുറച്ച് ലേറ്റായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ ചെന്നതും ഭയങ്കര ലേറ്റായിട്ട് തന്നെയാണ്. അവിടെ ചെന്നതും ഭയങ്കര തിരക്കുമായിരുന്നു. നല്ല ക്യൂ ഉണ്ടായിരുന്നു. ഞങ്ങൾ ക്യൂവിൻ്റെ ഏറ്റവും അവസാനമാണ് നിന്നത്. ഭഗവാനെ കാണാൻ പറ്റുമെന്ന് പോലും സംശയമായിരുന്നു. കാരണം അതുപോലെ നല്ല തിക്കും തിരക്കുമായിരുന്നു. എന്നാലും ഭഗവാനെ കണ്ടിട്ടേ പോകുന്നുള്ള വാശിയിലായിരുന്നു ഞങ്ങൾ നിന്നിരുന്നത്. ഇവിടെ വന്ന് ഭഗവാനെ കണ്ടു തൊഴുന്നത് മനസ്സിനൊരു സമാധാനം, സന്തോഷം തന്നെയാണ്. അതിൻ്റെ ഒരു ഫീൽ വേറെ തന്നെ. അങ്ങനെ ഞങ്ങളുടെ നീണ്ട കാത്തിരിപ്പിനൊടുവിൽ തിരുവാഭരണം എത്തിക്കഴിഞ്ഞിരുന്നു. തിരുവാഭരണം അടുത്തപ്പോഴത്തേക്ക് തന്നെ ഭയങ്കര ആളായിരുന്നു. തിക്കും തിരക്കും കൂടിയാണ് ആൾക്കാർ വന്നുകൊണ്ടിരുന്നത്. അങ്ങനെ നീണ്ട ഒരു സംഘട്ടനത്തിനും തിക്കും തിരക്കിനും ഇടയിൽ ഞങ്ങളും ഭഗവാനെ കയറി കണ്ടു തൊഴുതു. തിരുവാഭരണവും കണ്ടു തൊഴുതു. അമ്പലത്തിൽ നിന്നിറങ്ങി ഞങ്ങൾ നേരെ പോയത് കൈകൊട്ടിക്കളി കാണാൻ വേണ്ടിയായിരുന്നു. അമ്പലത്തിൽ നിന്നിറങ്ങി ഞങ്ങൾ നേരെ കൈകൊട്ടിക്കളി നടക്കുന്നിടത്തേക്കാണ് പോയത്. ഞങ്ങൾ വരാൻ വൈകിയത് കൊണ്ട് തന്നെ കൈകൊട്ടിക്കളി തീരാറായിരുന്നു. അതുകൊണ്ട് കുറച്ച് ഭാഗം മാത്രമേ ഞങ്ങൾക്ക് കാണാൻ സാധിച്ചുള്ളൂ. ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടണമെന്നാണല്ലോ. അങ്ങനെ ചെണ്ടമേളമൊക്കെ കണ്ടു നിന്ന സമയത്താണ് അമ്പലത്തിൽ നിന്ന് തിരുവാഭരണം പുതിയ അമ്പലത്തിലേക്ക് കൊണ്ടുപോകാനായിട്ട് വന്നത്. അങ്ങനെ തിരുവാഭരണം കണ്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോയി. അപ്പോൾ ഇന്നത്തെ ഇവിടെ ഇത്രയേ ഉള്ളൂ.